മോർണിംഗ് ഓൾ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു നിർത്തിയത് ഡ്രഗ് ഇൻസ്പെക്ടർ വഴിയാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ്രഗിന്റെ ഡെഫിനിഷൻ കണ്ടു. അഡൾട്രേറ്റഡ് ഡ്രഗ്, മിസ്ബ്രാൻഡഡ് ഡ്രഗ്, സ്പ്യൂരിയസ് ഡ്രഗ് എന്നിവയുടെയൊക്കെ ഡെഫിനിഷൻ കണ്ടു. അപ്പോ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഡ്രഗിനെ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കോസ്മെറ്റിക് എന്ന് പറയുന്ന ടേം. എന്താണ്? കോസ്മെറ്റിക്കും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്, എല്ലാ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാൻ പാടില്ല, കോസ്മെറ്റിക്സിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ വില കുറഞ്ഞ കുറെ കോസ്മെറ്റിക്സ് ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോസ്മെറ്റിക്സിലും ഡ്രഗിന്റെ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റി ഇല്ല എങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് എന്താണ്, ഹാംഫുൾ ആയി മാറാം. ഓക്കെ, ഇപ്പൊ കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ്ങിന് നമ്മൾ ഫാർമസിസ്റ്റിനെ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്, നമ്മൾ വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് കോസ്മെറ്റിക്, അതിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഡെഫിനിഷൻസ് എല്ലാം അതുപോലെ തന്നെ പഠിക്കാൻ നോക്കുക. ഡെഫിനിഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊന്നും എഴുതാൻ പാടില്ല. ഡെഫിനിഷൻ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ എഴുതിയാൽ മാത്രമേ അവർ മാർക്ക് തരത്തുള്ളൂ. എനി ആർട്ടിക്കിൾ ഇന്റൻഡ് ടു ബി റബ്ഡ്, poured, sprinkled or sprayed on or introduced into or otherwise applied to the human body or any part thereof, cleansing, beautifying, promoting attractiveness or altering the appearance and including any article intended for use as a component of cosmetics. അതായത് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്, കോസ്മെറ്റിക്സ് ആയിട്ട് നമ്മൾ പല സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ലൈഫിക്കറിൽ കാണുന്ന പോലെ തന്നെ ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ, ക്രീംസ്, ലോഷൻസ്, നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോസ്മെറ്റിക്സിലെ കമ്പണൻസ്, അതിലുപയോഗിക്കുന്ന ഘടകങ്ങള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒന്നുകിൽ റബ്ബ് ചെയ്യുന്നതാവാം, നമ്മുടെ മുഖത്ത് റബ്ബ് ചെയ്ത്, ഇപ്പോ നമ്മളിപ്പോ പൗഡേഴ്സ് ഒക്കെ ആണെങ്കിൽ റബ്ബ് ചെയ്തിട്ടാ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോർ ചെയ്യുന്നതാവാം, സ്പ്രിംഗിൾഡ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാവാം. അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ടോ ബോഡിയിലെ ഏതെങ്കിലും പാർട്ടിലോ അപ്ലൈ ചെയ്യുന്നതാവാം. ഏതൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്? ഒന്നുകിൽ റബ്ബ് ചെയ്ത് അപ്ലൈ ചെയ്യാം, പോർ ചെയ്ത് അപ്ലൈ ചെയ്യാം, സ്പ്രിംഗിൾ ചെയ്യുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ട്ലി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ബോഡിക്കുള്ളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത്തരം സബ്സ്റ്റൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മുടെ ബോഡിയെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി റിമൂവൽ ക്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് മാറ്റാൻ വേണ്ടിയിട്ട് റിമൂവൽ ക്രീംസ് ഉണ്ട്. അപ്പൊ അതുപോലെ മേക്കപ്പിനെ മാറ്റി ക്ലീൻ ചെയ്യാനാവാം. മേക്കപ്പിന് തന്നെ ആവണമെന്നില്ല, നമ്മുടെ ബോഡിയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി പാർട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സും ഇതിനുള്ളിൽ പെടും. അല്ലെങ്കിൽ ബോഡിയെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാവാം, പ്രൊമോട്ടിങ് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആവാം. അപ്പൊ അത്തരത്തിൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിലെ കണ്ടന്റ്സ് എല്ലാം ഏതിൽ വരുന്നുണ്ട്? ഈ ഒരു കോസ്മെറ്റിക്സിൽ. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്താണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കുന്ന എല്ലാ കണ്ടന്റ്സും ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്തിൽ പറയുന്നുണ്ട്? കോസ്മെറ്റിക്സിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇനി ആർട്ടിക്കിൾ ഇന്റൻഡ് ടു ബി റബ്ഡ്, poured, sprinkled or sprayed on or introduced in the other ways applied to. ഒന്നുകിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം ഹ്യൂമൻ ബോഡിയിലോട്ടോ ബോഡിയിലെ ഏതെങ്കിലും പാർട്ടിലോട്ടോ. ഒന്നുകിൽ അത് നമ്മളെ ബോഡിയിലെ ക്ലീൻ ചെയ്യുന്നതാവാം, ബ്യൂട്ടിഫൈ ചെയ്യുന്നതാവാം, പ്രൊമോട്ടിങ് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, or altering the appearance and including any article intended for use as component of a cosmetic. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എന്ത് ആർട്ടിക്കിൾ ആയാലും അതെന്താണ്? കോസ്മെറ്റിക്സിന്റെ ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലോട്ട് റബ്ബ് ചെയ്യുന്നതോ പോർ ചെയ്യുന്നതോ സ്പ്രിംഗിൾ ചെയ്യുന്നതോ സ്പ്രേ ചെയ്യുന്നതോ ആവാം. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ക്ലീൻ ചെയ്ത് വെക്കുകയും ബ്യൂട്ടിഫൈ ചെയ്ത് വെക്കുകയും അട്രാക്റ്റീവ്നെസ് ഉണ്ടാക്കുകയും നമ്മുടെ അപ്പിയറൻസിനെ അൾട്ടർ ചെയ്യുകയും ചെയ്യുന്ന എന്ത് വസ്തുക്കളെയും അതെന്താണ്, അത് എന്ത് വസ്തുക്കളുടെ പാർട്ട് ആയിക്കോട്ടെ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോസ്മെറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, അടുത്ത് നോക്കാം. ഈ കോസ്മെറ്റിക്സിൽ തന്നെ, അപ്പൊ ഇതാണ് കോസ്മെറ്റിക്സിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഡെഫിനിഷൻ. നമ്മൾ ഡ്രഗ് പഠിച്ചതുപോലെ തന്നെ കോസ്മെറ്റിക്സിലും അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഇനി ഈ കോസ്മെറ്റിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്റ്റാൻഡേർഡ്, ഇതിപ്പോ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള കോസ്മെറ്റിക്സ് ആണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ കോസ്മെറ്റിക്സിൽ തന്നെ സബ്സ്റ്റാൻഡേർഡ്, സ്പ്യൂരിയസ്, മിസ്ബ്രാൻഡഡ് അങ്ങനെ പല ടൈപ്പുള്ള കോസ്മെറ്റിക്സ് വരാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം, അതിനെ നമ്മൾ ബാൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കോസ്മെറ്റിക്സിന്റെ ഡെഫിനിഷനും കൂടി നമുക്കൊന്ന് നോക്കാം. മിസ്ബ്രാൻഡഡ് കോസ്മെറ്റിക്സ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? Misbranded cosmetics. A cosmetic shall be deemed to be misbranded
ഇഫ് ഇറ്റ് കണ്ടെയ്ൻ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഡ്രഗ്സിൽ നമ്മൾ എന്താണോ മിസ്ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പഠിച്ചത് അതേ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സെയിം പോയിന്റ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാല് ഡ്രഗ്സിലും കോസ്മെറ്റിക്സിലും ഒരുപോലെ എഴുതാം. ഓക്കെ, ഡെഫിനിഷൻ എല്ലാം സെയിം ആണ്. ഡ്രഗിന് പകരം അവിടെ ഡ്രഗ് എന്ന് എഴുതണം, ഇവിടെ കോസ്മെറ്റിക് എന്ന് എഴുതണം. ബാക്കി എല്ലാ പോയിന്റ്സും ഈ നമ്മള് യെല്ലോ ഇങ്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോയിന്റ്സ് എല്ലാം രണ്ടിടത്തും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം. ഇഫ് ഇറ്റ് കണ്ടെയ്ൻ എ കളർ വിച്ച് ഈസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ്, അതായത് ഈ കോസ്മെറ്റിക്കിൽ ഒരു കളർ ഉണ്ട്, അത് കളർ പ്രിസ്ക്രൈബ് ചെയ്ത കളർ ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോൺ ലേബിൾഡ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് മാനർ, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ലേബിൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇഫ് ദ ലേബിൾ ഓർ കണ്ടെയ്നർ ഓർ എനിത്തിങ് അക്കോമ്പനിയിങ് ദ കോസ്മെറ്റിക് വിയേഴ്സ് എനി സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ഫാൾസ് ഓർ മിസ്ലീഡിംഗ് ഇഫ് എനി പർട്ടിക്കുലർ, അല്ലെങ്കിൽ ഈ ഒരു കോസ്മെറ്റിക്സിന്റെ കണ്ടെയ്നറിൽ ഒരു ലേബൽ ഉണ്ടാവും. ആ ലേബൽ എന്ന് പറയുന്നത് നമ്മളെ തെറ്റായ രീതിയിൽ മിസ്ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അതിനുണ്ടാവുന്നത്. അത് പറയുന്നത് ക്വാളിറ്റി ഒന്നായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മിസ്ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മിസ്ബ്രാൻഡഡ് കോസ്മെറ്റിക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? കോസ്മെറ്റിക് ഷാൾ ബി ഡീം ടു ബി ദ മിസ്ബ്രാൻഡഡ്. എന്തുകൊണ്ടാണ് അതിനെ മിസ്ബ്രാൻഡഡ് എന്ന് പറയുന്നത്? എ കളർ വിച്ച് ഈസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ്, കളർ പ്രിസ്ക്രൈബ് ചെയ്തതായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ലേബിൾഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ, പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കാണ് അവന്നില്ല അതിന്റെ ലേബല്. പിന്നെ ദ ലേബൽ ഓർ കണ്ടെയ്നർ ഓർ എനിത്തിങ് അക്കോമ്പനിയിങ് ദ കോസ്മെറ്റിക് ബിയേഴ്സ് എനി സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ഫാൾസ് ഓർ മിസ്ലീഡിങ്. അതിൽ ആ ഒരു കണ്ടെയ്നറിൽ എഴുതിയേക്കുന്ന ലേബല്, കോസ്മെറ്റിക്സിനെ പറ്റിയിട്ടുള്ള ലേബല് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളതോ ആയിരിക്കാം. അപ്പൊ ഈ 3 പോയിന്റും മിസ്ബ്രാൻഡഡ് ഡ്രഗ്സ് കോസ്മെറ്റിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഈ 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സിനെ പറ്റിയിട്ടാണ്. എന്താണ് പറയുന്നത്? സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ്. നമ്മൾ സ്പ്യൂരിയസ് ഡ്രഗ്സ് പറഞ്ഞതുപോലെ തന്നെ സെയിം തന്നെയാണ്. എ കോസ്മെറ്റിക് ഷാൾ ബി ഡീം ടു ബി സ്പ്യൂരിയസ്. ഒരു കോസ്മെറ്റിക് എന്തുകൊണ്ടാണ് സ്പ്യൂരിയസ് എന്ന് പറയുന്നതെന്ന് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ് ടു അനദർ കോസ്മെറ്റിക്. നമ്മൾ നേരത്തെ ഡ്രഗിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് ഒരു പേരിലായിരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ഇറക്കുമതി ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പേരിലായിരിക്കില്ല, ആ ഒരു ഗ്രൂപ്പിൽ പെട്ട കോസ്മെറ്റിക് ആവണമെന്നില്ല നമുക്കിപ്പോ ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയത്. അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്വാളിറ്റി വ്യത്യാസമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ് ടു അനദർ കോസ്മെറ്റിക്. ഒരു പേരിൽ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ അത് മറ്റൊരു കോസ്മെറ്റിക്സിന്റെ ഗണത്തിൽ ഉൾപ്പെട്ടതായിരിക്കാം. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ഓർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് അനദർ കോസ്മെറ്റിക്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കാം? അനദർ കോസ്മെറ്റിക്കിന്റെ ഇമിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം. ഇൻ എ മാനർ ലൈക്ലി ടു deceive or wear upon it or upon it label or container the name of another cosmetics. അതായത് നമ്മൾ നേരത്തെ പഠിച്ച അതേ പോയിന്റ്സ് തന്നെയാണ് ഇത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കാം. മറ്റൊരു കോസ്മെറ്റിക്സിന്റെ പേരിൽ ഇമിറ്റേറ്റ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അതുമായിട്ട് റിസംബ്ലൻസ് ഉള്ളതോ ആയിരിക്കാം, പക്ഷെ അത് ഒറിജിനൽ ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ലേബൽ ഓർ കണ്ടെയ്നറിൽ മറ്റൊരു കോസ്മെറ്റിക്സിന്റെ പേരിലൊക്കെ ആയിരിക്കും അത് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ലാക്ക് ഓഫ് ഐഡന്റിറ്റി. അതായത് യഥാർത്ഥത്തിൽ അതിന്റെ വ്യക്തിത്വം, അതായത് അതിന്റെ ഐഡന്റിറ്റി ആയിരിക്കും, അല്ല ആ ഒരു കോസ്മെറ്റിക്സ് ആയിരിക്കത്തില്ല. ഓക്കെ, ഇപ്പൊ 2 പേരുണ്ടെന്ന് വെച്ചോളൂ. 2 പേരുടെയും പേര് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 2 കുട്ടികൾക്ക് സെയിം പേരുള്ള കുട്ടികൾ ഉണ്ടാവും. പക്ഷെ 2 പേരും വ്യത്യസ്തരാണ് അല്ലെ. എന്നിട്ട് 2 പേരെയും പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഇപ്പൊ ഒരു ആൻസർ ഷീറ്റ് കിട്ടിയെന്ന് വെച്ചോ. ആൻസർ ഷീറ്റിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുണ്ട്, എന്തായാലും പഠിക്കാത്ത കുട്ടിയുണ്ട്. പക്ഷെ അവരിങ്ങനെ മിസ്ലീഡ് ചെയ്യുകയാണ്. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ സെയിം ആണെന്നൊക്കെ വെച്ചോ. അപ്പൊ മിസ്ലീഡ് ചെയ്തിട്ട് ഇന്ന കുട്ടിയാണ് ഞാനെന്ന് പറഞ്ഞ് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് 2 പേരും ഒരുപോലെയാണ്, പക്ഷെ നമ്മൾ അവരുടെ രജിസ്റ്റർ നമ്പറൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇന്ന കുട്ടി തന്നെയാണ് ഞാനും എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരുടെ ആൻസർ ഷീറ്റിൽ അങ്ങനെ അവർ മിസ്ലീഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് കോസ്മെറ്റിക്കിൽ ഇതിൽ പറയുന്ന സ്പ്യൂരിയസ്. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ അതെന്ത് ചെയ്യുന്നു? മറ്റൊരു പേരിൽ അവരെ നമ്മളെ വഞ്ചിക്കുന്ന തരത്തിലുള്ളതിനെയാണ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ അഡിഡാസ് എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് ഉണ്ട്, നമുക്കറിയാം. പക്ഷെ ആ അഡിഡാസിന്റെ യഥാർത്ഥ ഒറിജിനൽ സാധനത്തിന്റെ വില നമുക്കറിയാം അല്ലെ. പക്ഷെ അതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ക്വാളിറ്റി അതിന് ഉണ്ടാവോ? ഇല്ല. പക്ഷെ ആ ഒരു ബ്രാൻഡിന്റെ പേരിൽ
നമ്മളെ ശരിക്കും കബളിപ്പിക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. പക്ഷെ കോസ്മെറ്റിക്സിന്റെ കാര്യത്തിൽ നമുക്ക് തിരിച്ചറിയണമെന്നില്ല. നമ്മൾ വഞ്ചിതർ ആകാറുണ്ട്. ഇപ്പൊ തന്നെ മെയിൻ ആയിട്ടുള്ള ബ്രാൻഡ് കോസ്മെറ്റിക്സ് ആണ് ലാക്മേയുടെ പ്രോഡക്റ്റ്, ലോറേൽ പ്രോഡക്റ്റ്. അപ്പൊ ആ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഒറിജിനൽ നമുക്ക് സാധനം അറിയാം. പക്ഷെ ചില സമയങ്ങളിൽ മാർക്കറ്റുകളിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റുകളും ഇറങ്ങാറുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഓക്കെ, അത്തരത്തിനെയാണ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പ്യൂരിയസ് കോസ്മെറ്റിക്സിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? എ കോസ്മെറ്റിക് ഷാൾ ബി ഡീംഡ് ടു ബി സ്പ്യൂരിയസ്. ഒരു കോസ്മെറ്റിക് എങ്ങനെയാണ് സ്പ്യൂരിയസ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ് ടു അനദർ കോസ്മെറ്റിക്. ഇത് ഒരു പേരിലാണ് ഇമ്പോർട്ട് ചെയ്തത്, പക്ഷെ അതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് മറ്റൊരു ഗണത്തിൽ പെടുന്നതായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ്. ഇതെന്ന് പറയുന്നത് ഇമിറ്റേഷൻ ആവാം, ഒരു ഡ്രഗിന്റെ ഇമിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് അനദർ കോസ്മെറ്റിക്സ്, അല്ലെങ്കിൽ മറ്റൊരു കോസ്മെറ്റിക്സിന്റെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടും ആകാൻ സാധ്യതയുണ്ട്. ഇമിറ്റേഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് അനദർ കോസ്മെറ്റിക്സ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. കോസ്മെറ്റിക് ഇൻ മാനർ ലൈക്ക് ഡ്യൂ ടു ബി ഡിസീവ് ഓർ ബിയർ അപ്പോൺ ഇസ് ലേബൽ. ലേബലില് കൊടുത്തേക്കുന്നതിന് പകരമായിട്ട് അത് മറ്റൊരു ഡ്രഗിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും ആകാം. Unless it is plainly or consciously marked so as to relieve its true character and it is lack of identity with such other cosmetics. അതുപോലെ തന്നെ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചുകൊണ്ട് അതിന്റെ ഐഡന്റിറ്റിയെ വ്യത്യസ്തമാക്കിക്കൊണ്ട് വരുന്ന കോസ്മെറ്റിക്സിനെയാണ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റിലോട്ട് പോവാം നമുക്ക്. If the label or container bears the name of individual or a company purporting to the manufacture or cosmetic which individual company is fictiously or does not exist, നമ്മൾ ഡ്രഗ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പനിയുടെ പേരിലായിരിക്കും ഈ ഒരു കോസ്മെറ്റിക്സ് ഇറക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കമ്പനി ഒരിക്കലും നിലനിൽക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു കമ്പനിയെ നിലനിൽക്കുന്നില്ല. ഇതുപോലെ ഈ ഒരു ഫിഗറിൽ കാണുന്ന, നിങ്ങൾ ഈ ഫിഗർ കാണുന്നില്ല, ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന് ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺസാനിറ്ററി കണ്ടീഷനിലോ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പറയും ഇന്ന കമ്പനി ഇറക്കുന്ന പ്രോഡക്റ്റ് ആണ്. പക്ഷെ അത്തരം ഒരു കമ്പനി പോലും എക്സിസ്റ്റ് ചെയ്തില്ല. അതാണ് പറയുന്നത് ഫിക്ഷ്യസ് ഓർ ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അവർക്ക് കബളിപ്പിക്കാം. If it is an imitation of or it is a substitute for another drug or renowned truly product. പിന്നെന്ന് പറഞ്ഞാല് ഒരു ഡ്രഗിന്റെ ഇമിറ്റേഷൻ ആവാം, സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം. അത് ഓർത്ത് വെക്കാട്ടോ. സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇമിറ്റേഷൻ. ഓക്കെ, ഇമിറ്റേഷൻ ആവാം, സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം. പക്ഷെ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും നിലനിൽക്കുന്നുണ്ടാവില്ല. ഓക്കെ, അത്തരം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം.